വിത്ത് മുളയ്ക്കാൻ ആവശ്യമില്ലാത്ത ഘടകം: സൂര്യപ്രകാശം, മണ്ണ്. മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതി ഹൈഡ്രോപോണിക്സ്. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രം. കോട്ടിലിഡനിൽ നിന്നും. ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗം ബീജാന്നം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നതുവരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജാന്നത്തിൽ നിന്നും. ഒരു ഏകബീജപത്ര സസ്യം തെങ്ങ്, ചോളം. ഒരു ദ്വിബീജപത്ര സസ്യം പയറ്, പ്ലാവ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലം. വിത്ത് മുളയ്ക്കുമ്പോൾ ബീജമൂലത്തിന് ശേഷം പുറത്തു വരുന്ന ഭാഗം ബീജശീർഷം. ബീജമൂലം ചെടിയുടെ എന്തായി മാറുന്നു? വേര്. ബീജശീർഷം ചെടിയുടെ എന്തായി മാറുന്നു? തണ്ടും ഇലയും ആയി മാറുന്നു. മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം. ഇലകളിലേക്ക് ജലം എത്തിക്കുന്നതും ഇലകളിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതുമായ ഭാഗം ഇലകളിലെ സിരകൾ. 2 തരം സിരാവിന്യാസങ്ങൾ: ജാലികാ സിരാവിന്യാസം, സമാന്തര സിരാവിന്യാസം. 2 തരം വേരുപടലങ്ങൾ: തായ്വേര് പടലം, നാരുവേര് പടലം. തായ്വേര് പടലമുള്ള സസ്യങ്ങൾ പ്ലാവ്, പയർ. നാരുവേര് പടലമുള്ള സസ്യങ്ങൾ തെങ്ങ്, പുൽച്ചെടി. കണ്ടൽ ചെടിയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം വേരുകൾ ശ്വസന വേരുകൾ. ജാലികാ സിരാവിന്യാസമുള്ള സസ്യങ്ങളിൽ കാണപ്പെടുന്ന വേരുപടലം തായ്വേര് പടലം. സമാന്തര സിരാവിന്യാസമുള്ള സസ്യങ്ങളിൽ കാണപ്പെടുന്ന വേരുപടലം നാരുവേര് പടലം.